കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെതിരായ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വങ്ങൾക്കിടയിൽ ചർച്ച സജീവമായി നടക്കുകയാണ്. പാർട്ടി ഔദ്യോഗികമായി പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിലും വൈകാതെ വിശദീകരണവുമായി നേതാക്കൾ രംഗത്തു വരുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഇടതു കേന്ദ്രങ്ങളും സർക്കാരിനെതിരെ കോൺഗ്രസിനെതിരെ ഇത് ആയുധമായി കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ന് നിയമസഭയിലടക്കവും ഈ വിഷയത്തിൽ ചർച്ച നടക്കാനുള്ള സാധ്യതയുമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ വളരെ കരുതലോടെയാണ് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശവുമായി നിൽക്കുന്ന കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ രൂപപ്പെടുന്നു എന്നതാണ് പുതിയ സാഹചര്യം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് കാസർഗോഡ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം നിയമസഭയിലും ഇന്ന് CPM MLA-മാർ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആകും. നമുക്ക് പരിശോധിക്കാം ഇതിന്റെ രാഷ്ട്രീയം. ഒപ്പം കൂടോത്ര വിവാദം എങ്ങനെ കോൺഗ്രസിൽ തുടർ ചർച്ചകൾക്കിടവെക്കുമെന്നതും വിശദമായ പരിശോധനയിലേക്ക് വരാം. ഡാൻ കുര്യൻ, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ, ഒപ്പം ബൈജു കാസർഗോഡ് നിന്നും നമുക്കൊപ്പം ചേരും. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഇന്നലെ ഡാൻ നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാവേണ്ട ഇടം കോൺഗ്രസ് ആണ്. കോൺഗ്രസിലെ തുടർ ചർച്ചകളാണ്. ഇന്നലെ നമുക്കറിയാം പലവട്ടം പലരുടെയും പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും വളരെ കരുതലോടെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. ഇന്ന് ഇത് ഏതു തരത്തിലാണ് പ്രതികരണ സാധ്യതകൾ? ഒപ്പം അതിനപ്പുറത്തേക്ക് കോൺഗ്രസിലെ ചർച്ചകൾ, ആലോചനകൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? സജിത്ത്, കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കരുതലോടെ മാത്രം പ്രതികരണം നടത്തുകയും പ്രതികരണങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു മാറുകയും ചെയ്ത അതേ ശൈലി തന്നെയാണ് ഇന്നും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതേ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തലയോട് സമാനമായ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒന്നും പ്രതികരിക്കാതെ കൈതട്ടി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സ്വാഭാവികമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ മുഴുവൻ പ്രതിരോധത്തിലാണ്. കാരണം ഈ ദൃശ്യങ്ങൾക്കൊപ്പം ഈ ശബ്ദവും കൂടെ ഉള്ളതിനാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ KPCC അധ്യക്ഷനോ രാജ്മോഹൻ ഉണ്ണിത്താനോ കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്ക് ആർക്കും കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ബോധപൂർവം മൗനം അവലംബിച്ചിരിക്കുന്നത്. ഇന്നലെ KPCC അധ്യക്ഷന്റെ പ്രതികരണം തേടാൻ പല മാധ്യമങ്ങളും ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ഇത് നേരത്തെയുള്ള ദൃശ്യങ്ങളാണ്, കൂടുതൽ കാര്യങ്ങൾ ഉണ്ണിത്താനോട് വേണമെങ്കിൽ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി അത് ഭരണപക്ഷം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പോരാത്തതിന് BJP അടക്കം വലിയ രാഷ്ട്രീയ പ്രചാരണായുധമായി സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധപ്പതനത്തിന്റെ ഉദാഹരണമാണ് ഇതെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി രൂക്ഷ വിമർശനവുമായൊക്കെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് ഒഴിഞ്ഞു മാറി കളിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന പ്രതികരണമാണ് ഇന്നലെ നടത്തിയത്. പക്ഷേ ഇനി അങ്ങോട്ട് കൂടുതൽ പഠിച്ചുകൊണ്ട് പ്രതികരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കും ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വൈകാതെ കാസർഗോഡ് മാധ്യമങ്ങളെ കാണുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് തെളിവുകൾ സഹിതം പുറത്തുവരുന്ന സാഹചര്യമുണ്ടാക്കിയാൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ, ഈ വാർത്ത പുറത്തുവിട്ടപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ, അത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ കോളിളക്കം ചെറുതായിരിക്കില്ല എന്ന് ഉറപ്പാക്കുകയാണ് ബോധപൂർവമായ ഈ ഒഴിഞ്ഞുമാറലുകളിലൂടെ. ഞാൻ തുടരുക. ബൈജു കാസർഗോഡ് നിന്നുണ്ട്. ബൈജു, നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ കൂടോത്ര വിവാദത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അതുതന്നെയാവും അദ്ദേഹം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തനിക്ക് ഈ കൂടോത്രം തൻ്റെ ഓഫീസിന് നേരെയും തനിക്കെതിരെയും വ്യക്തിപരമായി നേരത്തെയും ഇത്തരം ഹീനമായ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം ഡാനിനോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തായിരിക്കും യഥാർത്ഥത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാൻ ശ്രമിക്കുക? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ ബൈജു? തീർച്ചയായും പ്രധാനമായും ന്യൂസ് 18 പുറത്തുവിട്ട, അതായത് ഡാൻ കുര്യൻ പുറത്തുവിട്ട രണ്ട് വിവാദങ്ങൾ, രണ്ട് അസ്ത്രങ്ങൾ, അത് ചെറിയതൊന്നുമല്ല. UDFനെ സംബന്ധിച്ചിടത്തോളം ആഘാതമുണ്ടാക്കിയത്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ നിർബന്ധിതനായിരിക്കുന്നു ഇതിന് മറുപടി പറയാൻ. ആദ്യം നമുക്ക് പ്രത്യേകം നൽകിയ അഭിമുഖം അരമണിക്കൂർ അഭിമുഖമായിരുന്നു. അതിൽ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അതിലെല്ലാം നേരിട്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ഉണ്ണിത്താൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ കൂടോത്ര വിവാദം കൂടി
കൂടി ന്യൂസ് 18 പുറത്തുവിട്ടതോടുകൂടി ഡാൻ കുര്യൻ പുറത്തുവിട്ടതോടുകൂടി ഏതായാലും വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്നു. ഇതിനെ ഒരു വിശദീകരണം നൽകണമെന്ന ഒരു ഘട്ടത്തിലേക്ക് എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയിരിക്കുന്നു. ഇതിൽ പ്രധാനമായും കെ സുധാകരൻ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകില്ല. അങ്ങനെയെങ്കിൽ രണ്ടാമതായി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതലായും ഇതിൽ പ്രതികരിക്കേണ്ടത്. കാരണം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾക്ക് തന്ന ബൈറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ തോൽപ്പിക്കാനായി വലിയ തോതിലുള്ള കൂടോത്രം ഇവിടെ നടത്തിയിരുന്നു. അത് തന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും ഒപ്പം വീട്ടിലും ചില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമാക്കാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പിന്നീട് തയ്യാറായിരുന്നില്ല. അപ്പൊ ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ തന്നെ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ഡാൻ കുര്യൻ തൊടുത്തുവിട്ട അസ്ത്രം ചെറിയ ആഘാതമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത്. ഏതായാലും 11 മണിക്ക് ഞാനിപ്പോൾ ഉള്ളത് DCC ഓഫീസിലാണ്. അല്പസമയത്തിനകം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇവിടെ എത്തും. കെ കരുണാകരൻ അനുസ്മരണമുണ്ട്. 10 മണിക്ക് ആണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തും. അതിനുശേഷം 11 മണിക്കാണ് ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാധ്യമങ്ങളെ കാണുന്നത്. ഈ വിഷയം ഉണ്ടാവും. ഒപ്പം KPCC സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ 4 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടിക്ക് ശേഷം കൃത്യമായ ഒരു പ്രതികരണത്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP തയ്യാറായിരുന്നില്ല. നമുക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ മാത്രമാണ് തൊട്ടും തൊടാതെയും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത് ഹൈമാസ് ലൈറ്റുമായി ബന്ധപ്പെട്ട് 3 കോടിയുടെ ഇടപാടിൽ 1 കോടി രൂപ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കമ്മീഷനായി കൈപ്പറ്റിയെന്നൊരു അഴിമതി ആരോപണം ബാലകൃഷ്ണൻ വലിയ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം ബാലകൃഷ്ണൻ പെരിയ ഉന്നയിച്ചിരുന്നു. ഈ വിഷയത്തിൽ CPM ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MP-യുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ കാര്യത്തിലും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ വിശദീകരണം ഉണ്ടാകും. എന്തായാലും വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് ഉണ്ണിത്താൻ മനസ്സ് തുറക്കും. കൂടോത്രവുമായി ബന്ധപ്പെട്ട വിവരം തെരഞ്ഞെടുപ്പിന് ശേഷം പറയാം എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. എന്നാലും ഇന്ന് അത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനം ആരാണ് ഈ കൂടോത്രം ചെയ്തതെന്ന് തനിക്കറിയാം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അന്ന് പറഞ്ഞിരുന്നു. ആ ആളെ ഇന്ന് പുറത്ത് പറയുമോ? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കൂടോത്രം ചെയ്ത ആളെ തനിക്കറിയാം, ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആരാണെന്നൊക്കെ അറിയാം, അത് ഞാൻ പിന്നാലെ പുറത്തുവിടുമെന്നായിരുന്നു ഉണ്ണിത്താൻ വ്യക്തമാക്കിയിരുന്നത്. ആ കാര്യം ഇന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഉള്ള ആളാണ് തനിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്നാണ് അന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഈ കെ സുധാകരന്റെ വീട്ടിലും ഓഫീസിലും കണ്ടെത്തിയ ഈ കൂടോത്ര സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആരാണ് ഇത് ചെയ്തതെന്ന കാര്യത്തിലും ഉണ്ണിത്താൻ ഇന്നത് വ്യക്തത വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും ഈ കൂടോത്ര വിവാദത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു വാർത്താ സമ്മേളനം ഇത്തരത്തിൽ വിളിച്ചു ചേർക്കാൻ കാരണവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും 11 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഉണ്ണിത്താൻ അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന DCC ഓഫീസിൽ എത്തും. സഹിත അതാണ് സാഹചര്യം. എന്തായാലും കാസർഗോഡ് നിന്നും ഉണ്ണിത്താന്റെ വാക്കുകൾ നമുക്ക് കാത്തിരിക്കാം. ഉണ്ണിത്താൻ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണെന്ന്. ഇന്നലെ ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമുള്ള ഇതുവരെയുള്ള സാഹചര്യം ഇങ്ങനെയാണ്. ഈ പുതിയ കാലഘട്ടത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ പായുകയാണോ എന്ന വിമർശനം കോൺഗ്രസ് പൊതുവിൽ നേരിടുന്നുണ്ട്. നെഹ്റുവിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇത്തരമൊരു നിലപാടെടുത്താൽ അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹിക പ്രത്യാഘാതം അതൊരു പ്രധാനപ്പെട്ട വിവാദമാണ്. അതിനപ്പുറം സുധാകരനെ ഇത്തരത്തിൽ കൂടോത്രം വെച്ച് കുടുക്കാൻ ശ്രമിച്ചത് ആരാണ്? പാർട്ടിക്കുള്ളിൽ തന്നെ ആണോ? യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിനകത്തേക്ക് തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൂടി ഇന്ന് പ്രേക്ഷകർ കാത്തിരിക്കുക ന്യൂസ് 18 പുറത്തുവിടുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ വളരെ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയാണ്. ആരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വാക്കുകളാണ്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം പോയിട്ടുണ്ട്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം? കാണാം. രമേശ് ചെന്നിത്തല ഇതാണ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കാതെ അദ്ദേഹം പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഈ വിഷയത്തിലുള്ള സാഹചര്യം.